മതവിദ്വേഷ കുറ്റം മദനിക്ക് മാത്രം ബാധകമായതോ എന്നാണ് അവസാനമായി സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. അഡ്വക്കേറ്റ് ശ്രീ പ്രദീപ് കുമാർ, ഇവിടെ ചരിത്രമാണ് ഈ വിചാരണാ മുഹൂർത്തം നമ്മുടെ മുന്നിൽ തുറന്നു തന്നിരിക്കുന്നത്. ഇത് വെള്ളാപ്പള്ളിയിലേക്ക് മാത്രമായി ചുരുക്കരുത്. 1992 കോഴിക്കോട് നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ അങ്ങയുടെ പഴയ നേതാവ് നയനാർ 98 അറസ്റ്റ് ചെയ്യുന്നത് മദനിയെ. എന്തായിരുന്നു കേസ്? 153A. പക്ഷേ 6 വർഷത്തിന് ശേഷം അറസ്റ്റ് ചെയ്ത് തമിഴ്നാട് സർക്കാരിന് കൈമാറുകയാണ്. പിന്നെ 9 വർഷം വിചാരണ പോലും ഇല്ലാതെ മദനിയെ കാരാഗൃഹത്തിൽ അടച്ചത് ഈ 153A എന്ന മറ ഉപയോഗിച്ചാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ടോ? എനിക്ക് അല്ലെങ്കിൽ CPM-ന് കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല. അത് തൊഗാഡിയുടെ കാര്യത്തിൽ ചാർജ് കൊടുക്കാൻ വൈകുന്ന നിങ്ങൾ 92 പ്രസംഗത്തിന്റെ പേരിൽ 98 തമിഴ്നാട് സർക്കാരിന്റെ ആവശ്യപ്രകാരം രഹസ്യമായി അതെ ഒരു കേസുള്ളത് കൊണ്ട് അത് പോലീസ് ആക്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് മദനിയുടെ കാര്യത്തിൽ നമ്മളെല്ലാവരും അഭിപ്രായം പറഞ്ഞതാണ്. അതിൽ വളരെ മനുഷ്യത്വരഹിതമായുള്ള ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തെ വിചാരണക്ക് വിധേയനാക്കി കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കണം, അല്ലെങ്കിൽ വെറുതെ വിടണം. ആ നടപടികളില്ലാതെ ഇങ്ങനെ ദുഷ്ടലാക്കോടെ ഇത് ദുരുപയോഗം ചെയ്തുകൊണ്ട് അനിശ്ചിതമായിട്ട് ജയിലിൽ അടക്കുന്നത് ഇതൊക്കെ പൊതുവായി ആർക്കും പറയാവുന്ന നല്ല കാര്യം. പൊതുവായി പറയാൻ പറ്റില്ല. ശ്രീ പ്രദീപ് കുമാർ, ഈ ചർച്ച തുടങ്ങുമ്പോൾ അങ്ങ് പറയുകയുണ്ടായി ഉമ്മൻചാണ്ടിയുടെ മൃദു ഹിന്ദുത്വ സമീപനം. നരേന്ദ്രമോദി കേന്ദ്രത്തിൽ ഭരിക്കുന്നതുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ പിണക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന്. അങ്ങനെയെങ്കിൽ ഈ സംഭവം നടക്കുന്ന ഘട്ടത്തിൽ എന്ന് വെച്ചാൽ 98 മാർച്ച് 31 ഇവിടെ നയനാർ സർക്കാർ, കേന്ദ്രത്തിൽ ആഭ്യന്തരം കൈയാളുന്നത് അദ്വാനി, എന്ന് വെച്ചാൽ NDA സർക്കാർ. മൃദു ഹിന്ദുത്വ സമീപനമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലല്ല. മൃദു ഹിന്ദുത്വ സമീപനം കൃത്യമായിട്ടുള്ള കുറ്റത്തിന്റെ പേരിൽ തന്നെയാണത്. അത് ഒരു ഗവൺമെന്റിന്റെ ഒരു ഡ്യൂട്ടിയാണ്. അതല്ലാതെ പിന്നെ അങ്ങനെ ഒരു സമീപനം അത് ഇടിച്ചു കൊടുക്കുന്നത് 153A പറഞ്ഞാണ് സാർ. അത് 153A പറയുന്നത് ഒരു കേസ് ഒരാളുടെ പേരിൽ കേസ് എടുക്കുന്നതും ആ രാഷ്ട്രീയമായി പൊതുവായി സ്വീകരിക്കുക, അത് തീർച്ചയായിട്ടും പോലീസും ഡിപ്പാർട്ട്മെന്റ് ആ ക്രിമിനൽ പ്രൊസീജിയർ അനുസരിച്ച് നടക്കുന്നതാണ്. അതും പൊളിറ്റിക്കലായിട്ട് എടുക്കുന്ന നിലപാടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിന്റെ രാഷ്ട്രീയ അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ചൂണ്ടിക്കാട്ടാം ഒരു നിമിഷം. 98 മാർച്ച് 31 അറസ്റ്റ്. 99 ഒക്ടോബർ 15 ജന്മഭൂമിയിൽ രാജഗോപാലിന്റെ ഇടപെടലില്ലായിരുന്നെങ്കിൽ മദനിയെ പോലൊരു ഭീകരവാദിയെ പിടിക്കപ്പെടില്ലായിരുന്നു എന്ന് പറയുന്നു. നിങ്ങളും മോശമല്ല. 95 ഏപ്രിൽ മാസം പബ്ലിക് റിലേഷൻസ് വകുപ്പ് സമൃദ്ധം, സംതൃപ്തം, സമാധാനപൂർണം എന്ന് പറഞ്ഞിട്ട് സ്വന്തം നേട്ടമായി നയനാർ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ നേട്ടമായി എടുത്തു പറയുന്നത് കോയമ്പത്തൂരിലുണ്ടായ സ്ഫോടനവും തുടർന്നുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മദനി ഉൾപ്പെടെയുള്ള പ്രതികളെ തമിഴ്നാട് പോലീസിന് കൈമാറി. അപ്പൊ ഇത് പോലീസ് നടപടി മാത്രമല്ല, ഇതിൽ രാഷ്ട്രീയമുണ്ടായിരുന്നു. രാഷ്ട്രീയ അവകാശവാദം പിന്നീട് ഗരിമയോടെ നിങ്ങൾ ആവർത്തിച്ചു. ഇങ്ങനെയൊക്കെ ഉണ്ടായി. അതെ, രാഷ്ട്രീയ അവകാശവാദം എന്ന് പറയുന്നത് ഓരോ കാലത്തും നടന്ന സംഭവങ്ങളെ കുറിച്ച് രാഷ്ട്രീയമായിട്ട് തീരുമാനമെടുത്തിട്ട് ചെയ്യുന്നതല്ല. അത് പോലീസ് അതിന്റെ നടപടി അനുസരിച്ച് ചെയ്യുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുകയാണോ വേണ്ടത്? അവിടെ അദ്ദേഹത്തിന്റെ പേരിൽ കേസുണ്ടായി, അദ്ദേഹവും ഇതുപോലെ അപക്വമായ പ്രസംഗങ്ങൾ നടത്തി. ആ കേസിന്റെ പേരിൽ അതിന് തടസ്സം നിൽക്കുകയാണോ വേണ്ടത്? കഴിഞ്ഞില്ല. പാനായിക്കുളം സിമി കേസ് നിങ്ങളുടെ സർക്കാർ ഭരിക്കുന്ന സമയത്താണ്. ചെറിയ കാര്യം പറഞ്ഞോട്ടെ സാർ, 9 കൊല്ലമാണ് 11 പേർ ജയിലിൽ കിടന്നത്, തടവ് ശിക്ഷ അനുഭവിച്ചത് ഈ പാനായിക്കുളം കേസിൽ. എന്തുകൊണ്ടാണ് സദസ്സിലിരുന്ന് കൈയടിച്ചു? 11 പേർ 9 കൊല്ലം. പ്രദീപ് കുമാർ, നിങ്ങളുടെ സർക്കാർ ഭരിക്കുമ്പോൾ ചാർജ് ചെയ്യുന്ന കേസാണത്. അതുകൊണ്ട് കേസിന്റെ നടപടികൾ സർക്കാരാണോ നടക്കുന്നത്? സദസ്സിലിരുന്ന് കൈയടിച്ച് 11 വർഷം കഴിഞ്ഞാണ് ഈ 9 പേർ പുറത്തിറങ്ങുന്നത്. ശ്രീ പ്രദീപ് കുമാർ, ഈ പറയുന്ന തൊഗാഡിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ചാർജ് ഷീറ്റ് കൊടുക്കാൻ വൈകുന്നു, മധുരയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് കൃത്യത, പാനായക്കുളത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കൃത്യത. മാത്രവുമല്ല, നിങ്ങൾ തൊഗാഡിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ചാർജ് ഷീറ്റും കൊടുക്കുന്ന ഇവര് രാഷ്ട്രീയ തീരുമാനമെടുത്ത് തൊഗാഡിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു, ഒഴിവാക്കി കൊടുക്കുകയായിരുന്നു ചെയ്തത്. ഇവർക്ക് സമയവും സാവകാശം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ആഭ്യന്തരമന്ത്രി അതിന്റെ കീഴിലുള്ള എല്ലാ പോകണം. സമയവും ചുരുക്കമാണ്. ശ്രീ കെ ശിവദാസൻ നായർ, ഇവിടെ ഇപ്പോൾ അങ്ങ് ഈ മദനിയോട് കാട്ടിയ നയനാർ സർക്കാരിന്റെ ഈ പ്രവൃത്തി ന്യായീകരിക്കുമോ? യഥാർത്ഥത്തിൽ അതിനകത്ത് ഒരു ഗൂഢാലോചന തന്നെ ഉണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കേന്ദ്ര സംസ്ഥാന ഗൂഢാലോചന അല്ല. ഞാൻ പറയട്ടെ, ഇതിനകത്ത് ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വേണമെങ്കിലും നമുക്ക് ആരോപിക്കാം. കാരണം ഈ സെക്ഷൻ അനുസരിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിടുന്ന ആള് ഇയാൾക്കെതിരെ വേറെ കേസ് വന്ന് ഇയാളെ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. അത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നില്ല. കേരളത്തിൽ അയാൾക്ക് നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് പറഞ്ഞ അയാളെ എല്ലാ കാലത്തേക്കും ഇപ്പോൾ ഈ സെക്ഷൻ അനുസരിച്ച് 3 വർഷത്തെ തടവ് ശിക്ഷ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്.
153A-ക്ക് 153A-ക്ക് 3 വർഷത്തെ തടവ് ശിക്ഷയേ ഉള്ളൂ. ആരെങ്കിലും കിടന്നിട്ടുണ്ടോ? ആരും കിടന്നിട്ടില്ലല്ലോ. അപ്പോ ഇത് രവി ശാസ്ത്രിക്കെതിരെ ഉണ്ട് കേസ്. രവി ശാസ്ത്രി ബീഫ് കഴിച്ചു എന്ന് പറയുകയും ഞാൻ ബീഫ് എവിടാ ജോഹനസ്ബർഗിലാ ബീഫ് കഴിച്ചത്, അല്ല ഇവിടല്ല. ഞാൻ ഒരു ബ്രാഹ്മണനാണെങ്കിലും എനിക്ക് ഐ കനോട്ട് ബട്ട് ഈറ്റ് ബീഫ് എന്ന് പറഞ്ഞതിന് ഇൻഡോർ പോലീസ് മധ്യപ്രദേശ് പോലീസ് കേസെടുത്തു. കിടന്നില്ല. രവി ശാസ്ത്രി ആയതുകൊണ്ടായിരിക്കും, അത് വേറെ പ്രശ്നം. പക്ഷെ ഇവിടെ ഈ കേസിനകത്ത് ബെയിൽ കിട്ടാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. ബെയിൽ കിട്ടാതെ മാസങ്ങൾ ഇവിടെ കിടന്നതിന് ശേഷമാണ് മദനിയെ കൈമാറ്റം ചെയ്തത്. അതിനകത്ത് ഇതിനൊക്കെയാണ് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുള്ളത്. ഇതിനകത്ത് നിയമ നീതി നിർവഹണത്തിൽ അവർക്ക് വലിയ റോളുണ്ട്. കാരണം ഇത് വ്യക്തിയുടെ ഭരണഘടനാപരമായ അവകാശമാണ്. അത് നിഷേധിക്കുകയാണ് ഒരു സർക്കാർ ചെയ്തത്. യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥരുടെ തലയിലേക്ക് മാത്രമായ കുറ്റം ചാരരുത്. യഥാർത്ഥത്തിൽ ഭരണഘടന അനുശാസിക്കുന്ന തരത്തിൽ ജനപ്രതിനിധികളുടേതായിട്ടുള്ള മന്ത്രിസഭയ്ക്കും ഇതിനകത്ത് വീഴ്ച പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോടതികളുടെ വിചാരണ കൂടാതെ ഇൻഡെഫിനിറ്റ് ആയിട്ട് ഒരു ആളിനെ തടവിൽ വെക്കാൻ ഒക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് മനുഷ്യത്വപരമായിട്ടുള്ള കാര്യം നോക്കട്ടെ. എനിക്ക് പുതിയ കാര്യം കൂടി അതിനോട് ചേർത്ത് ചോദിക്കാനുള്ള ഞാൻ ഇടപെടുകയാണ്. ഇപ്പോഴും മദനി ബാംഗ്ലൂർ സ്ഫോടന കേസിലകത്താണല്ലോ. അന്ന് ഈ കോയമ്പത്തൂരിന്റെ കാര്യത്തിൽ പിന്നെ 56 പേർ കൊല ചെയ്യപ്പെട്ടു എന്നൊക്കെയുള്ള കണക്കുകളുണ്ട്. അങ്ങനെയല്ല ബാംഗ്ലൂർ കേസിന്റെ നാൾ വഴികൾ, അതിന്റെ ആഘാതം, അതിന്റെ ദുരന്തം. ഇവിടെ ഇപ്പോൾ അങ്ങയുടെ സർക്കാരാണല്ലോ. ഇപ്പോൾ മദനിയോട് നീതി കാട്ടുന്നുണ്ടോ? ഇപ്പോഴും നീതി കാട്ടുന്നില്ല. കാരണം അവിടെ ബാംഗ്ലൂരിലെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കഥ എന്താണ്? തസ്നീൻ എന്നയാളെ എന്തിന് അറസ്റ്റ് ചെയ്തു ഈ സർക്കാർ? എന്തിന്? 27ാം പ്രതിയായിരിക്കുന്ന ആളുടെ അനുജനെ അവൻ നിയമ പോരാട്ടം നടത്തുകയാണ്. തസ്നീൻ ഈ ജ്യേഷ്ഠനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അവനെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഇവിടുത്തെ പോലീസ്. കർണാടക പോലീസ് കൊണ്ടുപോകാനായി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. പിന്നെ ഒരു വിലങ്ങിന്റെ കഥ, അതിന്റെ താക്കോല് കൊടുത്തുവിട്ടിരിക്കുന്നു. ആ താക്കോലുമായി ഇവിടെ എറണാകുളത്ത് ഒരാൾ നിൽക്കുന്നു. ഈ കഥകളൊക്കെ ബാംഗ്ലൂർ സ്ഫോടന കേസിലും മദനിക്കെതിരെ കള്ളത്തെളിവുകൾ ഉണ്ടാക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ്. അതും ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം നടക്കുകയാണെന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങളുടെ സർക്കാർ കുടപിടിക്കുകയാണ്. ഒരിക്കലുമില്ലെന്ന് മാത്രമല്ല, ഉദ്യോഗസ്ഥ തലത്തിൽ ഇത്തരത്തിലുള്ള കുടപിടിക്കുന്ന കാര്യത്തിന് കാണാതെ പോകാൻ പാടില്ല. ഗവൺമെന്റ് ആണെങ്കിലും ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കൂട്ടുപിടിക്കരുത്. കാരണം പക്ഷെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. തസ്നീൻ പ്രതിയാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരാൾ പ്രതിയായി കഴിഞ്ഞാൽ അയാളെ കടത്തുന്നതിന് വേണ്ടി വേറെ കേസുകൾ ഉണ്ടാക്കുന്ന പോലീസിന്റെ ഒരു തന്ത്രമുണ്ട്. ആ തന്ത്രത്തിൽ പോലീസ് അങ്ങയുടെ സർക്കാർ ഭരിക്കുന്ന പോലീസ് പറയാണ് കർണാടക ജയിലിൽ കിടക്കുന്ന ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന തടിയന്റെ അവിടെ നസീറിന്റെ വിലങ്ങ് തുറക്കുവാനുള്ള താക്കോൽ ഈ ചെറുപ്പക്കാരന്റെ കയ്യിലുണ്ട്, എറണാകുളംകാരന്റെ കയ്യിലുണ്ട്. അയാൾ പല സ്ഥലങ്ങളിലായി ഇങ്ങനെ നോക്കി നിൽക്കുന്നു. എപ്പോഴാണ് ഓടി വന്ന് എനിക്ക് ആ കേസിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. പക്ഷെ അതാണ് ഇവിടെ നടക്കുന്നത്. ശരിയായ നടപടിയല്ല. ശിവദാസൻ നായർ പിടിച്ചകത്തേക്കിടുന്നത് മുഴുവൻ മുസ്ലിങ്ങളെയാകുന്നു.